സൈസുള്ള ആൾക്കാരെ ഞങ്ങൾ കൊണ്ടുവരുന്നത് അങ്ങിരിക്കുന്ന ആൾക്കാർക്ക് വരെ കണ്ണ് നിറച്ച് കാണാനാണ്. കണ്ടില്ല എന്ന് പരാതി ആരും പറയരുത്. അപ്പോൾ അടുത്ത ആളെ നമുക്ക് വിളിക്കാം. നമുക്ക് മലയാള സിനിമയിൽ ഒരുപാട് താരങ്ങൾ നമുക്ക് ഇന്നുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് നമ്മൾ വിട്ടുപിരിഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷെ മരിച്ചിട്ടും 10-30 വർഷം കഴിഞ്ഞിട്ടും ഇന്നും നമുക്ക് എല്ലാവർക്കും ഇഷ്ടവും നമ്മളൊക്കെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്ന അനശ്വരനായ ശ്രീ ജയൻ സാറിനെ അതിമനോഹരമായി വേദിയിൽ അവതരിപ്പിക്കുന്ന ഒരു കലാകാരനാണ് സ്റ്റാൻലി കോട്ടയം. മുകേഷ് ചേട്ടൻ നമുക്കൊരുപാട് ഇഷ്ടമാണ്. മുകേഷ് ചേട്ടനെ ഇതേപോലെ തന്നെ കോമഡി പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന സന്തോഷ്. ഇന്നിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഗായകരുണ്ട്, ഗായികമാരുണ്ട്. അവരുടെയൊക്കെ പാട്ടുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഇനി കേൾക്കാൻ പോകുന്നു. നമുക്കെല്ലാം ആഗ്രഹം ഉണ്ടാവും ഇനിയും പ്രശസ്തരായ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണണം, അവരുടെ പാട്ടുകൾ കേൾക്കണം എന്നൊക്കെ. ഒരുപാട് പേരുടെ ഗായികമാരുടെ ശബ്ദം അതിമനോഹരമായി തന്നെ ഇരിക്കുന്ന അരുൺകുമാർ. ഇന്ന് കോമഡി പ്രോഗ്രാമിൽ സുന്ദരിമാരുടെ ബഹളമാണ്. സുന്ദരിമാരെന്ന് പറഞ്ഞാൽ സുന്ദരന്മാരായിട്ട് അരങ്ങ് വാഴുകയാണ്. എല്ലാ ഷോയിലും ഉണ്ട്. ഞങ്ങളുടെ കൂടെയുണ്ടൊരു സുന്ദരനായ സുന്ദരി വിനീത് കുമാർ. ഈ ഫ്രണ്ടിരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഒന്ന് കാണു കേട്ടോ. പെണ്ണെ കണ്ടല്ലോ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. ആദ്യം ഒരു 1 man ഷോയാണ്. എപ്പോഴും നമ്മൾ പറഞ്ഞ സംഭവമുണ്ട്. കാരണം പണ്ട് മിമിക്രി ചെയ്ത് ആൾക്കാരുടെ മുമ്പ് വിജയിപ്പിക്കാൻ എളുപ്പമായിരുന്നു. കാരണം ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്ത് അത് ലോകം മുഴുവൻ ചെയ്ത് കഴിഞ്ഞൊരു 5 വർഷം കൊണ്ടേ അത് നിങ്ങൾ വീട്ടിൽ നിന്ന് കാണുകയുള്ളൂ, ടി വിയിൽ കൂടെ. പക്ഷെ ഇന്നതല്ല സ്ഥിതി. ഞങ്ങൾ റൂമിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ കൂടെ നിങ്ങളത് വീട്ടിൽ ഇരുന്ന് കാണും. അത്രയും ഫാസ്റ്റായിരിക്കും ലൈഫ്. ഇന്ന് തന്നെ ഈ പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാണ് ഞാൻ. പക്ഷേ ഇത് നിവൃത്തിയില്ല. കാരണം ഒരുപാട് വീടുകളിൽ നിന്നിട്ട് ഒരുപാട് പേര് ഈ പ്രോഗ്രാം ചിലപ്പോൾ കാണുന്നുണ്ടാവും. അതുകൊണ്ട് അത് ആ വഴിക്ക് നടക്കട്ടെ. ഇനി ഈ ഏരിയയിൽ എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. അപ്പോൾ നല്ല കൈയടിയും സപ്പോർട്ടും നല്ല ചിരി ഉണ്ടാവണം. നമുക്ക് ആ തണുപ്പും ആ ഒരു ക്ഷീണമൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് ഉത്സാഹമാണ്. ഒരു കൈയടിയിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, താങ്ക് യു. ചാനലിൽ അനവധി പ്രോഗ്രാമുകൾ നമ്മൾ കാണാറുണ്ട്. ഏഷ്യാനെറ്റിലുള്ള ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാമാണ് TN ഗോമർ അവതരിപ്പിക്കുന്ന കണ്ണാടി എന്ന് പറയുന്ന പ്രോഗ്രാം. മിമിക്രിയുടെ തുടക്കം ആ ശബ്ദത്തിലൂടെയാണ്. നമുക്ക് TN ഗോമറിനെ ഇതിൽ കൊണ്ടുവരാം. കണ്ണാടി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മാന്യ പ്രേക്ഷകർക്ക് കണ്ണുകടിയിലേക്ക് സ്വാഗതം. കണ്ണുകടി ആഴ്ച കടന്നു ചെല്ലുന്നത് ഒരു പ്രത്യേക വിഷയത്തിലേക്കാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു കായിക വിനോദമാണ് ഫുട്ബോൾ. 110 കോടി ജനങ്ങളുള്ള ഇന്ത്യയുടെ സ്ഥാനം ലോക ഫുട്ബോൾ റാങ്കിങ്ങിൽ 156. അതിന് താഴെ വേറൊരു സ്ഥാനമില്ല. എന്നിരുന്നാലും എന്തെങ്കിലും വേൾഡ് കപ്പ് കളിക്കണമെന്ന് ഇന്ത്യക്കൊരാഗ്രഹമുണ്ടാവും. അങ്ങനെ ഉണ്ടായാൽ ഒരു കാര്യം ഉറപ്പ്, ഒരു കൂട്ടമരണം. ഇപ്പോൾ കിട്ടിയത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ പ്രവചനങ്ങൾ നടത്തി ലോക ശ്രദ്ധ ആകർഷിച്ച പോൾ നീരാളി അന്തരിച്ചു. ഇന്ത്യ ഇന്ന് വേൾഡ് കപ്പ് നേടുന്ന ചോദ്യത്തിന് ചിരിച്ചാണ് നീരാളി മരിച്ചത്. കണ്ണാടി അവസാനിക്കും. നന്ദി, നമസ്കാരം. ടി വിയിൽ ഇനിയും ഒരുപാട് പ്രോഗ്രാം നമ്മൾ കാണാറുണ്ട്. നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ ഒരുപാട് പോലീസ് വേഷങ്ങളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ചിരുന്നതാണ്. ഇവിടെ അദ്ദേഹം വന്നിരുന്നു അല്ലേ? ഓക്കെ. അദ്ദേഹം കോടീശ്വരൻ എന്നൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. അതും സൂപ്പർ ഹിറ്റായി. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇന്ന് കൊച്ചുകുട്ടികൾ വരെ നമ്മുടെ വീടുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നാടുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കോടീശ്വരൻ്റെ ഒരു ചെറിയ ഭാഗം. നമസ്കാരം, നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. യെസ്, ഒരൊറ്റ ചോദ്യം കൊണ്ട് നിന്റെയൊക്കെ തല വരെ ഞാൻ മാറ്റിക്കളയും. ലെറ്റ് us start game. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് ഏത് മരമാണ്? എ മാർത്താണ്ഡവർമ്മ ഒളിച്ചിരിക്കൽ മദർ പ്ലാവ് വിച്ച് ട്രീ? ഓപ്ഷൻസ്: എ വാഴ, ബി കപ്പ, സി തെങ്ങ്, ഡി കവുങ്ങ്. വാഴയാണെന്ന് തോന്നുന്നു. വാഴയുമായിട്ട് മുമ്പോട്ട് പോകാം. വേണ്ട സാർ, കൊലയായിട്ട് മുമ്പോട്ട് പോകാം. വാഴ കിടക്കട്ടെ, പിന്നെയും കൊലച്ചാലോ?
അപ്പോൾ ദേ പോയി ദാ വന്നു. ഈ പ്രോഗ്രാമും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മലയാള സിനിമയിലെ താരങ്ങളെ പല രൂപത്തിലും പല ഭാവത്തിലും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ട് വിജയിച്ചിട്ടുമുണ്ട്. കാലഘട്ടങ്ങളുടെ ഒരു വ്യത്യാസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.